ഒരു ബിസിനസിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പ്രോസസ്സിൽ ഈ KPIs അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സിസ്റ്റം മോണിറ്ററിങ് ഇതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഇത് വളരെ റിലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 15 വർഷം മുൻപ് സുബിലാൽ നോക്കിക്കോളൂ, ഒരു 20 വർഷം മുൻപ് നോക്കിക്കോളൂ. അന്ന് നമ്മളെല്ലാം ഈ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ നീഡ് ബേസ്ഡ് ആണ്. അതായത് എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയതല്ല, ഞാൻ വളരുന്നു. ഞാൻ വളർന്നുകൊണ്ടാണ് ട്രെയിനറായത്. നിങ്ങളും അങ്ങനെ തന്നെയായിരുന്നു, ശരിയല്ലേ? പക്ഷേ ഇന്ന് നമുക്ക് 2 മക്കളുള്ളൂ. ഞാൻ തമാശ രൂപേണ പറയാറുണ്ട്, നേരത്തെ 25 വർഷം മുൻപ് നമ്മൾ 4-5 എണ്ണത്തിനെ ഉണ്ടാക്കിയിടും അച്ഛനമ്മമാർ. അതിൽ 1-2 പേടായിരിക്കും, 1-2 ചത്തൊക്കെ പോകും. അപ്പോൾ 2 മാത്രമേ നിൽക്കുള്ളൂ. അതിനുവേണ്ടി 4-5 എണ്ണത്തിനെ ഉണ്ടാക്കിയിടുകയാണ്. ഇന്ന് 2 ഉള്ളൂ. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഞാൻ കൊടുത്ത് വളരുമ്പോൾ അവനിൽ ഒട്ടും നീഡില്ല. അവൻ നീഡ് ബേസ്ഡ് അല്ല വളരുന്നത്. അപ്പോൾ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്തിന് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് KPI KRയുടെ യൂസ് വരുവാണ്. അതായത് എന്നെ മെഷർ ചെയ്യുന്നൊരു സ്കെയിൽ, ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്തേ പറ്റൂ. അത് പറയുന്ന ഹ്യൂമൻ ബീയിങ് അല്ല പറയുന്നത്, ഡോക്യുമെന്റ് ആണ് സംസാരിക്കുന്നത്. ഡോക്യുമെന്റ് എൻഡ് ഓഫ് ദ മന്ത് സാലറിയുടെ അഗൻസ്റ്റ് നീ എൻ്റെ പെർഫോമൻസ് ഇത്രയാണ്, അതുകൊണ്ട് നിനക്ക് ഇത്രേ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഡോക്യുമെന്റ് സംസാരിക്കുന്ന രീതി വന്നാലാണ് ഇനി ആളുകൾ പ്രൊഡക്റ്റീവ് ആകുള്ളൂ. അതിനാണ് ഉപയോഗിക്കുന്ന KR ആൻഡ് KPI. ഇത് ഇന്നത്തെ കാലത്തിൽ വളരെ മസ്റ്റായിട്ട് വേണ്ടതാണ്. നേരത്തെ അത് വേണ്ടായിരുന്നു, കാരണം ഞാൻ സ്വയം എനിക്ക് വളരണം എന്നുള്ള ചിന്തയുടെ മനസ്സിലുണ്ടായിരുന്നു. ഇന്ന് ആർക്കും വളരേണ്ട ആവശ്യമില്ല. അവർ വളർത്തി വന്നിട്ടുള്ളതായതുകൊണ്ട് ഇന്ന് വളർത്തേണ്ട ഉത്തരവാദിത്തം സംരംഭകരാണ്. ഈ KPI KR യൂസ് ചെയ്യുമ്പോഴേ സംരംഭകർ പലരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഉണ്ണുന്നതും ഉറങ്ങുന്നതും അവരുടെ ടീമിന്റെ കൂടെയാണ്, അവരുടെ സ്റ്റാഫിന്റെ കൂടെയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കുകയാണ് എന്തിന്, ആ മന്തിന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ചില ആൾക്കാർ അത് പെർഫോമൻസിൽ ഭയങ്കര മോശമായിരിക്കും, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ. പക്ഷേ ഇന്ത് ചെയ്യാൻ സംരംഭകൻ വൈകുന്നേരം നോക്കുന്നത് എന്തായി, വണ്ടി അത്ര ദൂരം എത്തി, ഇനി കുറെ കൂടെ ദൂരം പോകാനുണ്ട്. അവിടെ ചില സമയത്ത് ഇവർക്ക് ഉള്ളിൽ തോന്നുന്നതാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഗോൾ എത്തുന്നില്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവൻ അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അവന് കൊടുക്കേണ്ടത് ട്രെയിനിങ് ആണോ, മോട്ടിവേഷൻ ആണോ, ഇൻസെന്റീവ് ആണോ, എല്ലാം കൊടുക്കാൻ അവൻ തയ്യാറാണ്. പക്ഷെ എന്നിട്ടും അത് നടക്കുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇത് വളരെ വലിയൊരു ഇതാണ്, വളരെ ചലഞ്ചാണ്. ഇന്ന് ഈ പറഞ്ഞ പോലെ ആളുകളെ മാൻ പവറിനെ പ്രൊഡക്റ്റീവ് ആക്കുക തന്നെയാണ് വേണ്ടത്. ഈ പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് ഇപ്പം നമുക്ക് 3 തരത്തിലാണ് ഈ ആളുകളുടെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. അതായത് ASK, ആസ്ക് എന്ന് പറയും. നോ ആസ്ക് നോ ഗെറ്റ് എന്ന് പറയാം. നോ ആസ്ക് നോ ഗെറ്റ്. ASK മീൻസ് A മീൻസ് ആറ്റിറ്റ്യൂഡ്, S മീൻസ് സ്കിൽ, K മീൻസ് നോളേജ്. ഈ 3 കാര്യങ്ങളെ ആ വ്യക്തിയിൽ ഉണ്ടോയെന്ന് ഒരു എക്സ്റ്റേണൽ പേഴ്സൺ, കാരണം എൻ്റെ നോളേജ് ഈ ഇതിന് ആപ്റ്റാണോ എന്ന് അറിയണമല്ലോ എനിക്ക്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രോഡക്റ്റ് തന്നെ നോക്കാം. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് കരുതാം. ആ പ്രോഡക്റ്റിന് എത്ര ഫീച്ചേഴ്സ് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു കമ്പനി എടുത്ത് പോയിട്ട് അവരെ സ്റ്റാഫിനെ വിളിച്ചിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പറയുവാണെങ്കിൽ സെയിൽസ് പേഴ്സൺ അടക്കം പറയും. കാര്യം അറിയോ, അവർ പഠിക്കുന്നില്ല. ഒന്ന് ചെറിയ എക്സാമ്പിൾ നോക്കിക്കേ, ടാറ്റയുടെ നാനോ കാർ വന്നില്ലേ? ടാറ്റയുടെ നാനോ കാർ വന്നപ്പോൾ ആ നാനോ കാർ വെക്കാനായിട്ട് 10 ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. 10 ഫീച്ചേഴ്സ് പറഞ്ഞിരുന്നു. അതൊന്ന് ചെറിയ റേഡിയസിൽ തിരിക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിൾ അല്ലേ? ചെറിയ റേഡിയസിൽ തിരിക്കാം. എന്താ കാരണം? ചെറിയ കാറാണ്. പക്ഷെ അത് വലിയ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ഫീച്ചേഴ്സിനെ കസ്റ്റമറിന്റെ ബെനിഫിറ്റ് ആയിട്ട് പറയാൻ കഴിവുള്ളതായിരിക്കണം സെയിൽസ് പേഴ്സൺ. ഈ നോളജ് അവനെ ഇല്ലെങ്കിലോ അത് ട്രെയിനിങ്ങിലൂടെ വരണം. അതായത് എൻ്റെ ഈ കസ്റ്റമറിൻ്റെ റിക്വയർമെന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ വൈഫ്, അവൾ വണ്ടി ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അവൾക്ക് ഭയങ്കര പേടിയാണ്. അവൾക്ക് വലിയ റോഡ്, ചെറിയ റോഡും വലിയ കാറും കാണുമ്പോൾ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അവളെ സംബന്ധിച്ച് ചെറിയ റേഡിയസിൽ തിരിക്കാം എന്ന് പറയുവാണെങ്കിൽ, നാനോ കാർ ചെറുതെന്നല്ല പറയുന്നത്, ചെറിയ റേഡിയസിൽ തിരിക്കാം. അപ്പോൾ ഒരു ചെറിയ റോഡിൽ തിരിക്കാം എന്ന് മെസ്സേജ് കൊടുക്കാൻ എൻ്റെ വൈഫിൻ്റെ റിക്വയർമെന്റിനെ പഠിച്ചിട്ട്, അതിനാണ് പറയുന്നത് പ്രോബിങ് ക്വസ്റ്റ്യൻ എന്ന്. പ്രോബ് ചെയ്തിട്ട് അവരുടെ എന്തൊക്കെയാണ് അവരുടെ വറീസ്, എന്തൊക്കെയാണ് നീഡ് എന്ന് പഠിച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് അവരുടെ ബെനിഫിറ്റ് ആയിട്ട് പറയണം. അപ്പം നമ്മുടെ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സിനെ ബെനിഫിറ്റ് ആയിട്ട് പറയണമെങ്കിൽ ഈ കസ്റ്റമറെ പഠിക്കണമെങ്കിൽ അവന്റെ ബെനിഫിറ്റ് പറയാൻ പറ്റും. അപ്പോൾ ഈ കസ്റ്റമറെ പഠിക്കാനുള്ള ടൂൾ ഉണ്ടാവണം. ഇതില്ലാതെ ഇവന്റെ 10 ഫീച്ചേഴ്സും മാത്രം പറയുവാണെങ്കിൽ എൻ്റെ വൈഫ് കാറ് മേടിക്കുന്നില്ല. 10 ഫീച്ചേഴ്സ് മുഴുവൻ എൻ്റെ അടുത്ത് പറയേണ്ട, വൈഫിൻ്റെ അടുത്ത് പറയണ്ട. അവരുടെ പിൻ പോയിന്റ് എന്താണ്, അവരുടെ പെയിൻ പോയിന്റ് എന്താണ്, അത് കണ്ടെത്തിയിട്ട് ഇതിലത്തെ 4 കാര്യം എംഫസൈസ് ചെയ്ത് പറയണം. അപ്പോൾ അവർക്ക് തോന്നും അത് എനിക്കുള്ള കാറാണ്, ദിസ് ഇസ് മൈ കാർ.